നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിച്ചു എവിടെ പോവുമായി രാവിലെ കൊടും മഴയത്തൊന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിരപ്പള്ളിക്ക് പോവാണ്. അതിരപ്പള്ളിക്ക് ഈ കൊടും മഴയത്തോ എന്നായിരുന്നു തിരിച്ചുള്ള ചോദ്യം. അതിനുശേഷം വന്നുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്ത് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു, എവിടെയാണ്? ഞാൻ പറഞ്ഞു അതിരപ്പള്ളി പോവും. അതിരപ്പള്ളിയിലോ ഈ മഴയത്തോ എന്ന് ചോദിച്ചു. അതിരപ്പള്ളിയും മഴയും തമ്മിലുള്ള ബന്ധം സത്യത്തിൽ അറിയാത്തവരാണ് അങ്ങനെ ചോദിക്കുന്നത്. അതിരപ്പള്ളി ഏറ്റവും മനോഹരം മഴക്കാലത്താണ്. ഇത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ പഴയ കെ ബാലേന്ദ്രൻ്റെ പുന്നകൈ മന്നൻ എന്ന സിനിമ കണ്ടാൽ മതി. കമൽഹാസനും അതുപോലെ നമ്മുടെ രേവതിയൊക്കെ അഭിനയിച്ചൊരു ഗംഭീര സിനിമയായിരുന്നു. അത് പൂർണ്ണമായും മഴക്കാലത്താണ് അതിരപ്പള്ളിയിൽ ഷൂട്ട് ചെയ്തത്. അതിരപ്പള്ളിയിലെ എല്ലാ വെള്ളച്ചാട്ടങ്ങളും, അത് ചാർപ്പയായാലും മെയിൻ വെള്ളച്ചാട്ടമായാലും അതുപോലെ വാഴച്ചാലായാലും എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഗംഭീരമായ ഒരു അനുഭൂതിയാണ് നമുക്ക് സമ്മാനിക്കുക മഴക്കാലത്തെ അതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ, കണ്ടോ, മഴയൊന്ന് തോർന്നതേ ഉള്ളൂ, അങ്ങനെ മിസ്റ്റ് ഇറങ്ങി വരികയാണ്. എന്തൊരു പച്ചപ്പാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഹരിതാഭ എന്ന് പറയുന്ന സംഭവം കാണണമെങ്കിൽ അതിരപ്പള്ളിയിലാണ് വരേണ്ടത്. അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ വനത്തിലൂടെയുള്ള റോഡുകൾ കാണണമെങ്കിലും എനിക്ക് തോന്നുന്നു അതിരപ്പള്ളിയിലൂടെയാണ് വരേണ്ടത്. ഇപ്പോൾ വെള്ളം കുറച്ച് ദിവസമായാലും നമ്മുടെ കനത്ത മഴ തുടങ്ങിയിട്ട്, അതുകൊണ്ട് തന്നെ ചാലക്കുടി പുഴ അങ്ങനെ നിറഞ്ഞ് വരികയാണ്. നമ്മളിപ്പോൾ ഇന്ന് വന്നത് പ്രധാന വഴിയിലൂടെയല്ല, അതായത് ചാലക്കുടിയിൽ നിന്നുള്ള അതിരപ്പള്ളി വഴിയിലൂടെയല്ല, നമ്മൾ അങ്കമാലി കഴിഞ്ഞ് ഒരു പാലമുണ്ട്. ആ പാലം കഴിയുമ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ മൂർക്കന്നൂർ വഴി നോക്കുകയാണെങ്കിൽ ഇവിടെ എത്താം. ആ വഴി എല്ലാ കാലത്തും വളരെ മോശമായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ പരീക്ഷ നടത്തിയാണ്. അത് ഒരു ഗംഭീര വഴിയാണ്, ഇപ്പോൾ നന്നായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. ആ വഴി ഇവിടെ എത്താറാകുമ്പോൾ, അതായത് ഈ പാലത്തിനോട് എത്താറാകുമ്പോൾ ഒരു പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഒരു എസ്റ്റേറ്റ് തുടങ്ങുന്നുണ്ട്. അവിടെ തൊട്ട് കുറച്ച് ദൂരം മാത്രം, എനിക്ക് 2 കിലോമീറ്ററൊക്കെ ഉള്ളൂ വഴി മോശം. അതിനിടയ്ക്കാണ് ഈ ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞൊരു പ്രകൃതി ഗ്രാമം, സർക്കാരിൻ്റെയാണ്, DTPCയുടെ ഒരു സ്ഥാപനമാണ്. അവിടെ നിങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ സാധിക്കും. അതും കടന്നാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ പാലം വരുന്നതിന് മുമ്പ് വരെ നമുക്ക് ഈ വഴി കൂടെ വരാൻ പറ്റില്ലായിരുന്നു, ചാലക്കുടി വഴി തന്നെ വരണമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വാഹനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മനോഹരമായ പ്രകൃതിക്ക് ഇണങ്ങുന്ന വാഹനമാണ്. അതാണ് കിടക്കുന്നു നമ്മുടെ ടിയാഗോ EV, ടാറ്റ ടിയാഗോ EV ആണ് നമ്മൾ ഓടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസമായുള്ളൂ നമ്മളിത് ബാംഗ്ലൂർ ഓടിച്ചത്. ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കണ്ടത് E12 എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ അവിടെ ഓടിച്ച E11 ആയിരുന്നു. അപ്പോൾ മീഡിയ വണ്ടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഡീലർഷിപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് തന്നെ ബാംഗ്ലൂർ വെച്ച് തന്നെ ടാറ്റയുടെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷനിൽ അവിടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, എനിക്കൊന്ന് കൊച്ചിയിൽ ഈ വാഹനം വരുമ്പോൾ ഒന്ന് കാര്യമായ രീതിയിൽ ഓടിക്കാൻ തരണം എന്ന് പറഞ്ഞിരുന്നു. അന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അതിരപ്പള്ളി തന്നെയാണ്. അങ്ങനെയാണ് ഇന്ന് രാവിലെ നമ്മൾ ഈ വാഹനം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ടിയാഗോയുടെ ഒരു നീണ്ട ടെസ്റ്റ് ഡ്രൈവ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മഴക്കാലത്തെ അതിരപ്പള്ളി കാണുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു നിറം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഈ പച്ചപ്പിനിടയ്ക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. തന്നെയല്ല, ഞാനെന്ന ബാംഗ്ലൂരെ വീഡിയോയിലും പറഞ്ഞിരുന്നു, സാധാരണ ഏതൊരു വാഹനം നോക്കുന്നതിനുള്ള ആൾക്കാർ ഇതിലേക്ക് നോക്കും. കാരണം അവർ കണ്ടിട്ടില്ലാത്തൊരു നിറമാണ്, കണ്ടിട്ടില്ലാത്ത വാഹനമാണല്ലോ എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുമ്പോഴാണ് ഇത് ടിയാഗോ EV ആണെന്ന് മനസ്സിലാവുക. എന്തായാലും മനോഹരമായ രൂപമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ടിയാഗോ EVക്ക്. തന്നെയല്ല, അത് നമ്മൾ ആ വീഡിയോ പറഞ്ഞിരുന്നു, ഇതിൻ്റെ വില ഒന്ന് കുറച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ ടിയാഗോ EV വന്നപ്പോൾ 1,15,000 രൂപ, അതെ 1,15,000 രൂപയോളം കുറഞ്ഞിട്ടുണ്ട് ടോപ്പ് എൻഡ് മോഡലിൽ. നമ്മളിപ്പോൾ ഓടിച്ച് എത്തിയിരിക്കുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിനാണ് 9.99 lakhs എക്സ്ഷോറും വിലയുള്ളത്. 285 കിലോമീറ്ററാണ് കമ്പനി മൈലേജ് പറയുന്നതെങ്കിലും 205 to 215 ആണ് റിയൽ വേൾഡ് മൈലേജായിട്ട് ടാറ്റ തന്നെ പറഞ്ഞിരിക്കുന്നത്. 2 തരത്തിലുള്ള ബാറ്ററി പാക്ക് ഉണ്ട്, 19.2 kW, മറ്റൊന്ന് 24 kW. പിന്നെ കാണാനുള്ള ഭംഗി മാത്രമല്ല, ഇതിൻ്റെ ഇൻറ്റീരിയർ ഭയങ്കര രസമാണ്. ഇൻറ്റീരിയറിൻ്റെ ഒരു സ്മാർട്ട് ഓഫീസ് സ്ഥലത്തിലേക്ക് ഇതിനെ മാറ്റിയിരിക്കുകയാണ് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടിയാഗോ വളരെ രസകരമാണ് നമ്മൾ ഓടിച്ചു വന്നു. അപ്പോൾ ഇത്രയും ദൂരം ഓടിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, സാധാരണഗതിയിൽ നമ്മൾ ഈ ഇറക്കത്തിലൊക്കെ പോകുമ്പോഴാണ് ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന കാര്യമായിട്ട് വർക്ക് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ പ്ലെയിൻ റോഡിൽ പോലും, സാധാരണ റോഡിൽ പോലും റീജനറേറ്റീവ് ബ്രേക്കിംഗ് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റേഞ്ച് അങ്ങനെ കാര്യമായ രീതിയിൽ കുറയുന്നില്ല. ഒന്ന് നമ്മൾ കാർ എടുക്കുമ്പോൾ തന്നെ ഒരു ബ്രേക്കിംഗ് നമുക്കിങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. 2 മോഡുകളുണ്ട്, സിറ്റിയുമുണ്ട്, സ്പോർട്ടുമുണ്ട്. ഈ സ്പോർട്ട് എന്ന് പറഞ്ഞ മോഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ഗംഭീര ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ വാഹനം തരുന്നത്. അതുപോലെ തന്നെ സസ്പെൻഷൻ തകർപ്പനായിട്ടുണ്ട്. നമ്മൾ ഈ വരുന്ന വഴി ഞാൻ പറഞ്ഞു 2-3 കിലോമീറ്റർ ഇത്തിരി മോശം റോഡുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മളെ ഒട്ടും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ സസ്പെൻഷൻ പ്രവർത്തിച്ചു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതാണ് അതിരപ്പള്ളിയിലേക്കുള്ള, അതായത് ഈ ഭാഗത്തോടെ നേരെ പോയി ഒരു വളവില്ലായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പറ്റും. പക്ഷേ പ്രകൃതിദത്തമായൊരു വളവ് വന്നുപോയി എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. എന്തായാലും അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാലങ്ങി മറിഞ്ഞ് തകർത്ത് ഒഴുകുകയായിരിക്കാം. അതിനേക്കാൾ രസകരമായിരിക്കും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ റോഡ് സൈഡിൽ തന്നെയുള്ള ചാർപ്പ വെള്ളച്ചാട്ടവും. വർഷങ്ങളോളം നമ്മൾ ഇന്ത്യ വിഷൻ, ഏഷ്യാനെറ്റ് കാലഘട്ടത്തിലൊക്കെ പ്രോഗ്രാമുകൾ 100 കണക്കിന് എപ്പിസോഡുകൾ ചെയ്ത ഒരു സ്ഥലമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ സുപരിചിതമാണ്. പക്ഷേ ഇപ്പോൾ പുതിയ കുറേ ഹോട്ടലുകളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ഹോട്ടലിലൊക്കെ വളരെ കുറവായിരുന്നു. അതുപോലെ പെട്രോൾ പമ്പ് ഇല്ലായിരുന്നു പണ്ട്, ഇപ്പോൾ പെട്രോൾ പമ്പൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കുറച്ചുകൂടി പോയി കഴിഞ്ഞൊന്ന് പരിശോധിക്കാം. ചാർജിങ് സ്റ്റേഷൻ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്, കാരണം അതുപോലെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്കിനി അതിരപ്പള്ളി പോകാം. അതിരപ്പള്ളിയിൽ നിന്ന് വേണമെങ്കിൽ വാഴച്ചാൽ വരെ പോയിട്ട് തിരിച്ചു പോകാനാണ് പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ ടിയാഗോ EVയിലുള്ള അതിരപ്പള്ളി മഴക്കാഴ്ചയിലേക്ക് സ്വാഗതം.
കൂടുതൽ കാട്ടാന ശല്യമുള്ള സ്ഥലമാണിത്. കാട്ടാന ശല്യം എന്ന് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അതുങ്ങളുടെ ആവാസ മേഖലയെ വന്ന് നമ്മൾ കുടിയേറിട്ട് അവർ ശല്യമാണ് എന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫെൻസിംഗ് ആണ് എല്ലായിടത്തും കാണുന്നത്. ഇതാണ് നമ്മളിപ്പോൾ കണ്ട വെറ്റിലപ്പാറ പാലം. ഈ പാലം വന്നു കഴിഞ്ഞാണ് നമുക്ക് ഈ അങ്കമാലിയായിട്ട് ഈ വഴി കൂടെ മൂർക്കന്നൂർ വഴിയുള്ള കണക്ടിവിറ്റി കിട്ടിയത്. ഇപ്പോൾ ഇവിടെ പുഴയിൽ ഇറങ്ങുന്ന നിരോധിച്ചിരിക്കുന്നു എഴുതിയിട്ടുണ്ട്. നമ്മൾ പുഴയിൽ ഇറങ്ങുന്നില്ല, എങ്കിലും പുഴയുടെ വന്യത നമുക്കൊന്ന് അല്പം അടുത്ത് നിന്ന് കാണാമെന്ന് വിചാരിക്കുന്നുള്ളൂ. ഇവിടെ എല്ലാം മഴ പെയ്ത് ചെളിയാണേ. പുഴ എന്ന് പറയുന്നത് നല്ല സ്ലിപ്പറിയാണ്. ഇതിൻ്റെ താഴെയുള്ള പാറകൾ എപ്പോഴും ആൾക്കാർക്ക് അപകടമൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മളെപ്പോഴും ഇവിടെ ഇറങ്ങുമല്ലോ. അപ്പോൾ ശരിക്കും വെള്ളം ആയിട്ടില്ല കേട്ടോ. വെള്ളം ഇതൊന്നും പോരാ. ഒരാഴ്ചയെ കഴിയുമ്പോഴത്തേക്കും ഗംഭീരമായിട്ട് അങ്ങോട്ട് വെള്ളം പൊങ്ങും. ഇപ്പോൾ ഇവിടെ നമ്മൾ അതിരപ്പള്ളിക്ക് പോകുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഈ പുഴയുടെ സൈഡിൽ ധാരാളം നല്ല റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ ഒരു 1.5 വർഷം മുതൽ ഗംഭീര റിസോർട്ടിൽ പോയി താമസിച്ചിരുന്നു. പണ്ടൊന്നും അത്ര നല്ല റിസോർട്ടുകൾ ഈ പുഴയുടെ സൈഡിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ല റിസോർട്ടുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കുടുംബമായിട്ടൊക്കെ വന്ന് താമസിക്കാൻ വേണ്ടി നല്ല റിസോർട്ടുകളുണ്ട്. കൂടാതെ വേറൊരു ഗംഭീര സ്ഥലമുണ്ട്. അതിൻ്റെ പേര് എന്തായിരുന്നു, റെയിൻ ഫോറസ്റ്റ് എന്നാണ്. റെയിൻ ഫോറസ്റ്റ് എന്ന റിസോർട്ടാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണാവുന്ന ഒരു സ്ഥലം. അവിടെ മരത്തിൻ്റെ മുകളിൽ ഏറുമാടമൊക്കെ ഉണ്ട് താമസിക്കാൻ. ഏറുമാടം വെച്ചാൽ വളരെ 5 സ്റ്റാർ ലക്ഷറിയസ് ഏറുമാടം. അതൊരു അമേസിങ് അനുഭവമാണ്. കാരണം രാത്രിയിലൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഭീകര സൗണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അതൊരു നല്ല സ്ഥലമാണ്. കഴിഞ്ഞാണ് നമ്മൾ ഏതോ ഒരു ഡ്രൈവിന് പോയിട്ട് അവിടെ പോയി ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് അവരുടെ റെസ്റ്റോറൻറ്റ് മുന്നിലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് നേരെ സൈഡിൽ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമുക്കിനി നമ്മൾ കാത്തിരുന്ന കാഴ്ചയിലേക്ക് പോകാം. അത് അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. നിങ്ങൾക്ക് മറ്റൊരു നല്ല ഒരു ഡ്രൈവിംഗ് ഡെസ്റ്റിനേഷനാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കടന്നാൽ ഈ പ്ലാന്റേഷൻ്റെ എസ്റ്റേറ്റിൽ കൂടെ നിങ്ങൾക്ക് അങ്ങനെ മലയാറ്റൂരെത്താം. മലയാറ്റൂരുകൾ ആ വഴി മോശമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഒരു ഗംഭീര ഡ്രൈവാണത്. അവിടെ കാട്ടാന എപ്പോഴും ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് കാട്ടാന ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ. അപ്പോൾ നമ്മൾ വെറ്റിലപ്പാറ പാലം കടന്ന് അതിരപ്പള്ളിയിലേക്ക് നീങ്ങുന്നു. ഇവിടെയാണ് കേരളത്തിലെ ആദ്യകാല തീം പാർക്ക് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു സ്നോ ലാൻഡോ അങ്ങനെന്തോ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞിൽ കളിക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് സിൽവർ സ്റ്റോം. സ്നോ സ്റ്റോം എന്നാണ് ഇതിനകത്ത് ആ ഒരു മഞ്ഞിൽ കളിക്കാവുന്ന സ്ഥലത്തിൻ്റെ പേര്. എൻ്റെ സുഹൃത്ത് ഷാലിമാറിൻ്റെ സ്ഥാപനമാണ്. ഈ വരുന്ന വഴി മുഴുവൻ നമ്മൾ റംബുട്ടാൻ കണ്ടു. റംബുട്ടാൻ ഇവിടെ നിറച്ച് ചേട്ടൻ വിൽക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ കാടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാലത്തും അതിരപ്പള്ളി കാടിന് ഈ ഒരു ഹരിതാഭയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ധിൽ എന്ന് പറയുന്ന നാടൻ ഭക്ഷണശാലയിൽ നിന്ന് രാവിലെ കഴിച്ചത്. മഴ ഒന്ന് ഒതുങ്ങിയിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുന്ന് കഴിച്ചു. നല്ല ഇഡ്ഡലിയായിരുന്നു കേട്ടോ, നല്ല ഇഡ്ഡലി. ശ്യാമാണെങ്കിൽ രാവിലെ കോഴിക്കോടുകാരെ സ്മരിച്ചുകൊണ്ട് പൊറോട്ട കഴിച്ചത്. പക്ഷേ ഇഡ്ഡലി നല്ലതായിരുന്നു, പൊറോട്ട നല്ലതായിരുന്നു എന്നാണ് ശ്യാം പറഞ്ഞത്. പക്ഷേ മുട്ടക്കറിക്ക് കുറച്ച് മധുരം ഉണ്ടായിരുന്നു അല്ലേ ശ്യാമേ? എന്നിട്ടും കുഴപ്പമില്ല, ശ്യാം കഴിച്ചു കേട്ടോ 3 പൊറോട്ട. കാര്യം കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിലും. അപ്പോൾ ഇനി നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന തൊട്ട് മുമ്പുള്ള പാലമാണ് ഈ കണ്ണൻകുഴി പാലം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ മരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്ഥിരമായിട്ട് ഏഷ്യാൻ്റെ കാലത്ത് ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങളോട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, വേഗം അവിടെ നിന്ന് പൊക്കോ, ഇന്നലെ അവിടെ ഒരു രാജവമ്പാലെ കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ ഞങ്ങൾ കൊച്ചിയിലാണ്, പേടിച്ചോടി. അതെനിക്ക് എപ്പോഴും ഓർമ്മയാണ്, പേടിച്ച് വണ്ടാറായി പോയി. അപ്പോൾ കണ്ണൻകുഴി പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം സർവത്ര എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ കാര്യം. ഹോട്ട് എയർ ബലൂണോ അങ്ങനെ പരസ്യം കാണുന്നല്ലോ. കൊള്ളാലോ, ഞാനിപ്പോഴാണ് കാണുന്നത് ഇവിടെ അങ്ങനെ സംവിധാനമുള്ളത്. മോർണിംഗ് രാവിലെ 7 തൊട്ട് 11 വരെ, ഈവനിങ് 3 തൊട്ട് 7 വരെ, 5-10 മിനിറ്റ്. എത്ര പീപ്പിളാണ്? 4 പീപ്പിൾ. അത് കൊള്ളാലോ. ഞാനിപ്പോൾ ഏറ്റവും അവസാനം ഈ ഹോട്ട് എയർ ബലൂണിൽ കയറിയത് ടർക്കിയിലും അതുപോലെ തന്നെ പിന്നെ മസായിമാരയിൽ കെനിയയിലും. കെനിയയിൽ ഗംഭീരമായിരുന്നു. കെനിയയിൽ നമ്മൾ മസായിമാരയിൽ ആ കാടിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു സിംഹം ഒരു മാനിനെ ഓടിച്ചിട്ട് പിടിക്കുന്നത് കണ്ടു. ഈ പറഞ്ഞ നമുക്ക് കാണാൻ നല്ല രസമാണ്. പക്ഷേ മാനിൻ്റെ പ്രാണവേദന
ആലോചിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. എങ്കിൽ പോലും അവിടെ ഗെയിമെന്ന് തന്നെ വിളിക്കുന്നത്. ഗെയിം അതാ ഗെയിം എന്നും പറഞ്ഞാൽ നമ്മുടെ ഗൈഡ് വെള്ളം വെച്ച് നോക്കുമ്പോൾ ഓടിച്ചിട്ട് പിടിക്കുന്നത്. നമ്മൾ മുകളിൽ ഹോട്ട് എയർ ബലൂണിൽ നിന്നിട്ടാണോ കാണുന്നത്. അത് നല്ല തണുപ്പും നല്ലൊരു ഗംഭീര അനുഭവമായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇവിടെയൊക്കെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതിരപ്പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ എന്തോ പൈസ കൊടുക്കാനുണ്ട്. നോക്കട്ടെ എത്ര രൂപയാണ്. UPI പേയ്മെൻറ്റ് ഓൺലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാശ് വേണോ ഇത്? ആണല്ലോ. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകുന്നേ ഉള്ളൂ. വെള്ളച്ചാട്ടത്തിൻ്റെ ആ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം കാണുന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടം കാണാവുന്ന ഏറ്റവും മനോഹരമായൊരു സ്ഥലം ഇവിടെയാണ്. അല്ല, ഏറ്റവും മനോഹരമായിട്ട് വെള്ളച്ചാട്ടം കാണാവുന്ന സ്ഥലം ഇതാണ്. അതിനെന്തോ പറയുമല്ലോ, നമ്മളിങ്ങനെ ഇപ്പോൾ ദൂരാന്വയ ദോഷം എന്ന് പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ അതിന് മലയാളം വ്യാകരണത്തിൽ പറയുന്നത് ദൂരാന്വയ ദോഷം എന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ പാർക്കിംഗ് ഇവിടെ അനുവദിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോയി നടന്ന് വരേണ്ടി വരും. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി കേട്ടോ. ആ ഒരു ഹുങ്കാര ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് വെള്ളച്ചാട്ടം ഒന്ന് കാണാം. ഞാൻ പറയാം, ഇവിടെ നിന്നാലാണ് വെള്ളച്ചാട്ടം എത്രയാണെന്നത് കാണാൻ പറ്റുന്നത്. അധികം നോ പാർക്കിംഗ് ഒക്കെയാണ് ഇവിടെയൊക്കെ. നമ്മൾ പക്ഷെ പെട്ടെന്നൊന്ന് കണ്ടിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച അത്രയും വെള്ളമായില്ല കേട്ടോ. കുറച്ചുകൂടെ മഴ പെയ്യണം. എങ്കിലും മോശമല്ല. പക്ഷെ നിറഞ്ഞ പാറക്കെട്ടുകൾ കാണാൻ പറ്റാത്ത രീതിയിൽ വെള്ളം വരും. ആ ഒരു സമയമാണ് ഏറ്റവും ഭയാനകവും ഏറ്റവും എന്താ പറയുക വൈൽഡ് എന്ന് വിളിക്കാവുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റിസോർട്ട് താഴെ കാണുന്നത് കേട്ടോ, റെയിൻ ഫോറസ്റ്റ്. ഇതിൻ്റെ മുന്നിൽ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവരുടെ റെസ്റ്റോറൻ്റാണ്. അതിൻ്റെ ആ ഒരു വലിയ മുറ്റത്ത് നിന്നാൽ നേരെ മുന്നിൽ വെള്ളച്ചാട്ടം. ഇത് നമ്മുടെ കൊച്ചിയിലെ അവന്യൂ റീജൻറ്റ് ഹോട്ടലിൻ്റെയൊക്കെ ആ ഗ്രൂപ്പിൻ്റെയാണ്. അപ്പോൾ ഇതാണ് അതിരപ്പള്ളി സിറ്റി. ഈ ഇടുക്കിയിലൊക്കെ എല്ലാം സിറ്റിയാണല്ലോ പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്കുള്ള വഴി കൂടെ കയറുമ്പോഴാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെ ഭാഗത്തെത്തുന്നത്. പക്ഷേ വെള്ളച്ചാട്ടം എപ്പോഴും താഴെ നിന്ന് കാണണമെന്നാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ മുകളിൽ നിന്ന് കാണില്ല. താഴെ നിന്ന് കാണാൻ നമ്മൾ സംവിധാനം ചോദിച്ചിട്ടുണ്ട്. അതായത് റെയിൻ ഫോറസ്റ്റിൻ്റെ ഞാൻ പറഞ്ഞില്ല ഒരു മുറ്റത്ത് നിന്ന് ഏറ്റവും നല്ല വ്യൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം, ഗസ്റ്റൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ കയറാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ GM നമ്മുടെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പക്ഷേ കൊച്ചിയില്ല, അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല. തിരിച്ചു ചെല്ലുമ്പോൾ അത് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് പാർക്കിംഗ് സ്ഥലം. ഇന്നിപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് വണ്ടി ഇടാൻ സ്ഥലം കിട്ടാറില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. ഇനി ഇവിടെ നിന്ന് വാഴച്ചാൽ വരെയാണ് ഏറ്റവും മനോഹരമായ കാട്. ഒരു സൈഡ് ചാലക്കുടിപ്പുഴ നമുക്ക് കാണാം. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ടിയാഗോയുടെ ബാക്കിലെ സീറ്റ് കുറച്ചൊന്ന് അപ്രൈറ്റ് പൊസിഷനായിരുന്നു. നമ്മൾ ചാരിയിരിക്കും, അത് കുറച്ചുകൂടി ഒന്ന് സ്ലാൻഡിങ് പൊസിഷൻ ആക്കിക്കൊണ്ട് ബാക്കിൽ അല്പം കൂടി സുഖമായിട്ടിരിക്കാം. പിന്നെ ബാക്കിലിപ്പം ബാക്കിലേക്കും AC വെൻറ്റുകൾ വന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനൊരു സിറ്റി കാറായിട്ട് മാത്രം കാണാൻ പറ്റില്ല. സിറ്റി കാറായിട്ടാണ് പലരും കാണുന്നതെങ്കിലും അങ്ങനെയല്ല. ഇപ്പോൾ ഈ ചാർജിങ് വളരെ ഫാസ്റ്റ് ആയതോടുകൂടി നമുക്ക് എവിടെ വേണമെങ്കിലും ഓടിച്ചു പോകാം. തന്നെയല്ല 14 ഇഞ്ച് വീലുകളാണ്. അതുകൊണ്ട് തന്നെ ഹൈവേയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവാണ് ഈ വാഹനം തരുന്നത്. അപ്പോൾ നമ്മൾ വാഴച്ചാലിലേക്ക് പോവുകയാണ്. ഈ വഴിയിലാണ് നമുക്ക് ചാർപ്പ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നത്. ഇവിടെ എങ്ങും വഴി നിർത്തരുതെന്നാണ് നിയമം. പക്ഷേ നമ്മൾ മലയാളികൾ നിയമം പാലിക്കാത്തതുകൊണ്ട് സാധാരണ നിർത്തിയിടാറുണ്ട് ആൾക്കാർ. പക്ഷേ ഇന്നും ഇവിടെ ആരെയും കാണുന്നില്ല. എന്തായാലും ഈ പാറക്കെട്ടുകളിൽ നിന്നൊക്കെ വെള്ളം ഒഴുകിയിറങ്ങുന്നു. ഇതാണ് ഈ കന്മദം എന്ന് പറയുന്നത് തോന്നുന്നു കേട്ടോ. കന്മദമാണോ അത് വെറും വെള്ളമാണോ എന്ന് അറിഞ്ഞുവിടാം. ഈ പാറയ്ക്കുള്ളിൽ നിന്നൊരു വെള്ളം വരും, അതാണ് കന്മദം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വെളിയിറങ്ങി നിന്നാൽ നമുക്ക് കാടിൻ്റെ സംഗീതം കേൾക്കാം. പക്ഷേ ഫോറസ്റ്റ് ഗാർഡിൻ്റെ സംഗീതവും കേൾക്കും. അത് കാരണം നമ്മൾ ഇറങ്ങുന്നില്ല. അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക് LED ഹെഡ്ലാമ്പ് പോലും കൊടുത്തിട്ടുണ്ട് ഈ ചെറിയ വാഹനത്തിൽ നിന്നുള്ളതാണ് അമ്പരപ്പിക്കുന്ന വസ്തുത. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള്, ക്രൂയിസ് കൺട്രോള്, കൂൾഡ് ഗ്ലോ ബോക്സ്, പിന്നെ പിന്നിൽ വാഷറും വൈപ്പറും കൊടുത്തിരിക്കുന്നു. പിന്നെ ഷാർഫിന് ആൻറ്റിനും ഉള്ള കാര്യങ്ങളുണ്ട്. സേഫ്റ്റിയിലേക്ക് പോയാൽ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും നമുക്കറിയാം അങ്ങേയറ്റം സേഫ് ആണെന്നുള്ള കാര്യം. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ 6 എയർ ബാഗുകൾ, ABS, EBD, ESP, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, പിന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്,
പിന്നെ 360 ക്യാമറ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് ഓടിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. വളരെ സൈലൻ്റായിട്ട് ഈ കാടിൻ്റെ സംഗീതവും കേട്ട് ഇതുവഴി ഓടിച്ചു പോകുന്ന രസമുള്ള കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു KSRTC ബസ് വന്ന് ആ സംഗീതം ഒന്ന് തടസ്സപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച പോലെ വെള്ളം ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഐ എം സോറി അങ്ങനെയാണെങ്കിൽ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ പാലമൊക്കെ വന്നിട്ടുണ്ട്. ഇല്ല കേട്ടോ, വെള്ളച്ചാട്ടം ഉണ്ട്, മോശമല്ല. എങ്കിലും ഇതൊന്നും അല്ല. ഇവിടെ ഈ റോഡിലൂടെയൊക്കെ അടിച്ച് കയറുന്ന രീതിയിൽ വെള്ളം വരാറുണ്ട് ചാർപ്പയിൽ. അപ്പോൾ അത്രയ്ക്കും ഇവിടെ ആയിട്ടില്ല. എങ്കിലും നമുക്ക് നിർത്തി കാണാം അല്ലേ. അപ്പോൾ നമുക്കിനി വാഴച്ചാൽ കൂടി കാണാം. വാഴച്ചാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയാലുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് മറ്റൊരു കാര്യം ഇവിടെ കണ്ടത്, ഈ പാലത്തിന് താഴെ മുഴുവൻ പേരെഴുതി വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. സൗഷി, മാൻചൻ, കൊയ്യക്കാരൻ, സ്മിത, സ്മൃതി, എല്ലാവരുടെയും പേരുണ്ട്. ഈ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് VD സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു മുമ്പ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇപ്പം ഈ അന്യം നിന്ന് പോകുന്നൊരു കലാരൂപമാണ് ഇപ്പോൾ ഈ ഒരു എഴുതി വയ്ക്കുന്ന സംഭവം എന്നുള്ളത്. ഇപ്പം പൊതുവേ ട്രെയിനിൻ്റെ ടോയ്ലറ്റൊക്കെ എഴുതുന്നവർ കുറവാണ്. പക്ഷേ ഇവരാണിപ്പോൾ ഫേസ്ബുക്കിൽ അശ്ലീലം ഇടുന്നവരെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അവരിപ്പം എഴുതി വയ്ക്കുന്നില്ല, എല്ലാം ഫേസ്ബുക്കിൽ ഇരുന്ന് വീടിൻ്റെ AC മുറിയിൽ സുഖമായിട്ട് എഴുതാമല്ലോ ഫേസ്ബുക്കിൽ. അങ്ങനെയുള്ളവരാണ് അതിലാ കമൻ്റ് ഇടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോഴും അന്യം നിന്നിട്ടില്ല ഈ കലാരൂപം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു രസകരമായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ കുഞ്ഞു പാലം പണിതതിന് ഇത്രയും പേരുടെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ വലിയ ഫലകത്തിൽ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയാണ് പാമ്പൻ പാലം പണിതിരുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, എത്ര വലിയ ബോർഡായിരിക്കും അവിടെ ഉണ്ടാകാൻ ഞാൻ ആലോചിച്ച് പോയി. ഇത് കണ്ടില്ല, ഇത്ര ഉള്ള ആകെ, എന്നിട്ടാണ് ഇത്രയും പേര്. അപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ വിചാരിച്ചത് കൊടും മഴയത്ത് ഈ ട്രാവലൊന്നും നടക്കില്ല, ഷൂട്ട് നടക്കില്ല എന്നൊക്കെ ആയിരുന്നെങ്കിൽ നല്ല വെയിലൊക്കെ വന്ന് പ്രകൃതി നമ്മളെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ വാഴച്ചാലിലെ ഭംഗിയൂടെ കണ്ടതിന് ശേഷം നമുക്ക് കാടിൻ്റെ സംഗീതം നുകർന്ന് തിരിച്ചു പോകാം. നമ്മൾ വാഴച്ചാലിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിനോട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും അങ്ങോട്ട് കടന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഷോളയാർക്ക് വഴി അങ്ങ് വാൾപ്പാറ എത്തുകയും അവിടുന്ന് ഹെയർപിൻ ഇറങ്ങി പൊള്ളാച്ചി എത്തുകയും പൊള്ളാച്ചിയിൽ നിന്ന് വേണമെങ്കിൽ മുരുകൻ്റെ ഭക്തരാണെങ്കിൽ പഴനിക്ക് പോവുകയും അല്ലാത്തൊരു കോയമ്പത്തൂർ പോയി തുണി വാങ്ങിച്ച് വീട്ടിൽ പോകുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആ റോഡിതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഈ ചാലക്കുടി പുഴ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു ഭാഗമാണ് നമുക്ക് വാഴച്ചാലിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കാണാൻ പറ്റുന്നത്. അത് എന്താ പറയുന്നത്, പുഴ തന്നെയാണ്, പക്ഷേ പുഴയുടെ ഒരു കുറച്ച് കല്ലുകളൊക്കെ നിറഞ്ഞ ഭാഗം എന്നേ ഉള്ളൂ. അപ്പോൾ അത് കാണാനാണ് ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിനകത്തൊരു കോഫി ഷോപ്പ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നന്നായിട്ട് സംരക്ഷിക്കുന്ന ഒരു കാടാണ് എന്നുള്ളതാണ്. അതായത് പ്ലാസ്റ്റിക്കും അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ അനുവദിക്കില്ല. പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടോ നമ്മുടെ കയ്യിൽ നിന്നുള്ള നമ്മൾ എഴുതി കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴും ആ പ്ലാസ്റ്റിക് ബോട്ടിൽ കാണിച്ചു കൊടുക്കണം. അത് വഴിയിൽ അല്ലെങ്കിൽ കാട്ടിൽ കളഞ്ഞില്ല എന്ന് ആണ് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. എന്നാലും നമ്മൾ വളരെ സുരക്ഷിതമായി വളരെ ഗംഭീരമായിട്ട് ഇവിടെ എത്തിച്ച് നമ്മുടെ ടാറ്റ ടിയാഗോ EV ആണ് ഇവിടെ കാണുന്നത്. ഈ ടാറ്റ ടിയാഗോ EV ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ശ്രദ്ധാകേന്ദ്രമാണ്. അത് ഈ നിറത്തിൻ്റെ ഗുണമാണ്. ഈ ഒരു ഫാസ്റ്റ് കളേഴ്സും അതുപോലുള്ള കളേഴ്സൊക്കെയാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന ടാറ്റ ടിയാഗോ EVയിലുള്ളത്. എന്തായാലും മുൻഭാഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അതായത് സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ മാറ്റം സംഭവിച്ചു. ആ LED ലൈറ്റ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം നല്ല ഭംഗിയാണ്. ഡേറ്റ റണ്ണിങ് ലാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയാണ്. ഫുൾ ക്ലോസ്ഡ് ആയി മുൻഭാഗം, അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അതോടൊപ്പം തന്നെ സൈഡിലേക്ക് ഈ അലോയ് വീലാണെങ്കിലും ഏറ്റവും പുതിയ എയറോ വീൽ സ്റ്റൈലിലായി. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അലോയ് അല്ല കൊടുത്തിരിക്കുന്നത്, അലോയ് വീലാണെന്ന് തോന്നുകയുള്ളൂ. അത് ശരിക്കും സ്റ്റീൽ വീലാണ്. ഈ വീലുകളെ കമ്പനി വിളിക്കുന്നത് ഹൈപ്പർ സ്റ്റൈൽ വീലുകളെന്നാണ്. സൈഡ് പ്രൊഫൈലിലും ഒക്കെ ഈ ഒരു ഡ്യുവൽ കളറൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോഴും പുതിയ ടിയാഗോയുടെ ബാക്കിൽ പഴയ ടിയാഗോയിൽ നിന്നും വ്യത്യസ്തമാണ്. എനിക്ക് എപ്പോഴും ടിയാഗോ തെറ്റിപ്പോകും കേട്ടോ. വ്യത്യസ്തമായിട്ട് LED ആ ഒരു സ്ട്രിപ്പും അതുപോലെ തന്നെ ടിയാഗോയുടെ ആ ഒരു ബാഡ്ജിങ്ങും എല്ലാം വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. തന്നെയുമല്ല വളരെ പ്രാക്ടിക്കൽ വാഹനമാണ് ഇത് എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന പോലെ ബൂട്ട് സ്പേസ് ഒട്ടും മോശമല്ലാത്ത ബൂട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി നമുക്ക്
തിരിച്ച് ഓടിച്ച് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ കാണാൻ പറ്റുമോ, വെള്ളച്ചാട്ടം കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുമോ ആ ഒരു റിസോർട്ടിൽ നിന്ന് എന്നുള്ളത് നമുക്ക് പെർമിഷൻ കിട്ടുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അതുകൂടെ കണ്ട് ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് ജോൺസൺ മാഷിൻ്റെ പാട്ടും കേട്ട് തിരിച്ചു പോകും. വെച്ചാൽ നമ്മൾ ഈ ഒരു പുഴയുടെ സൈഡിലേക്ക് പോകണമെങ്കിൽ 60 രൂപയാണ് മുതിർന്നവർക്കുള്ള ടിക്കറ്റ് ചാർജ്. പക്ഷേ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് പിന്നെ ടിക്കറ്റ് സെപ്പറേറ്റായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കയറിയല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ള സ്ഥലം അതിരപ്പള്ളി വെള്ളച്ചാട്ടമല്ല, വാഴച്ചാലിലെ ഈ ഒരു പ്രദേശമാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കാരണം ഇത് ഈ ഒരു പാറയിലെ വഴുക്കൽ മനസ്സിലാക്കാതെ ഇറങ്ങും. പക്ഷേ ഇപ്പോഴത്തെ ഈ ഇത്രയും വെള്ളമുള്ളപ്പോൾ ആരും ഇറങ്ങാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് പിടിവിട്ടാൽ നേരെ അതിരപ്പള്ളി അവിടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴലാണ് പതിവ്. അപ്പോൾ അതിൻ്റെ താഴെ എന്തൊരു വലിയ കിണർ പോലുള്ള എന്ത് സംഭവമുണ്ട്, അതിലേക്ക് എന്ന് വീഴും. പിന്നെ നേവിയുടെ മുങ്ങൽ വിദഗ്ധന്മാരൊക്കെ വേണം പൊക്കിയെടുക്കാൻ. അതുകൊണ്ട് ആരും ഇവിടെ ഒന്നും വീഴാൻ നോക്കിക്കൊള്ളുക, ഭയങ്കര ചിലവായിരിക്കും വീണ് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചാലക്കുടി പുഴയാറിൻ്റെ മനോഹരമായ വന്യമായ ദൃശ്യം കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് പിടിവിട്ടാൽ നേരെ 5 പൈസ ചിലവില്ലാതെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാം. നേരെ താഴേക്ക് വീണിട്ടായിരിക്കുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. എന്തായാലും മനോഹരമായൊരു പാർക്കാണ്, നല്ല പച്ചപ്പുള്ള മനോഹരമായൊരു പാർക്ക് ഇതിന് ചുറ്റും ഒരുക്കിയിട്ടുണ്ട്. അതിന് 60 രൂപ വാങ്ങിയാൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുമുണ്ട്. ആൾക്കാരാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒന്നും മാലിന്യങ്ങളൊന്നും വലിച്ചെറിഞ്ഞ് കാണുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ നമ്മൾ വന്ന വാഹനവും എന്താ പറയണ്ടേ, EV എന്ന് പറയുന്ന ഒട്ടും മലിനീകരണം ഉണ്ടാക്കാത്തതാണ്. ഈ ഒരു പ്രദേശവും അതിന് പറ്റുന്നതാണ്. അപ്പോൾ 2 തരത്തിലുള്ള പ്രകൃതി ഒരുമിച്ച് ചേരുകയാണ്. വാഹനവും EV വാഹനവും ഈ ഒരു വാഴച്ചാൽ പ്രദേശത്തോട് ഒത്തുചേരുമ്പോൾ അതാണ് നമ്മുടെ യാത്രയുടെ പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് കട്ടൻ കാപ്പി കുടിക്കാം അല്ലേ, ഇവിടുന്ന് പോയിട്ടാകാം. അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള ടെറൈനുകളിലൂടെ ടാറ്റ ടിയാഗോ EV ഓടിച്ചു. അതായത് കൊച്ചി സിറ്റി കടന്നാണ് നമ്മൾ അങ്കമാലി വരെ എത്തി. അങ്കമാലിയിൽ നിന്നും എന്താ ഒരു കാട്ടുവഴികളിലൂടെയാണ് നമ്മളിപ്പോൾ വാഴച്ചാൽ വരെ എത്തിയത്. എല്ലാ റോഡുകളിലും ഇതിന് ഒരേ തരത്തിലുള്ള ഡ്രൈവബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം. അത് സിറ്റിയിലായാലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വഴികളിലായാലും ഗട്ടറുള്ള റോഡുകളിലായാലും ഒരു സ്ഥലത്തും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതേ ഇല്ല. ഇപ്പോൾ നമ്മൾ 91 കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം അഥവാ ഇലക്ട്രിസിറ്റി ഇനിയും ബാക്കിയുണ്ട്. 51% ആണ് ഇപ്പോൾ ചാർജ് ഉള്ളത്. അപ്പോൾ എങ്ങനെയായാലും 190 അടുത്ത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഷൂട്ടിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ആ റേഞ്ച് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും നിർത്തുന്നു എടുക്കുന്നു അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടാറ്റ ക്ലെയിം ചെയ്യുന്ന, അതായത് റിയൽ വേൾഡ് മൈലേജ് എന്ന് പറയുന്ന അല്ല റേഞ്ച് എന്ന് പറയുന്ന 205 to 215 കിട്ടിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ചുരുക്കം പറഞ്ഞാൽ നല്ല റേഞ്ച് ഉണ്ടെന്ന് മാത്രവുമല്ല, 100 കിലോമീറ്റർ റേഞ്ച് ഓടാൻ ടോപ്പ് അപ്പ് ചെയ്യാൻ വെറും 18 മിനിറ്റ് മതി. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ വാഹനം വാങ്ങിക്കണം തോന്നുന്നു, പക്ഷേ ഇതിൻ്റെ വില 6.99 to 9.99 ആണ്. അത്രയും പൈസ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറയുന്നത് ബാസ് എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയിൽ വേണമെങ്കിൽ വാഹനം എടുക്കാം. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ വെറും 2.3 lakhs കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ഓടുന്ന ഓരോ കിലോമീറ്ററിനും 2 രൂപ 60 പൈസ കൊടുത്താൽ നിങ്ങൾക്ക് അങ്ങനെ സ്വന്തമാക്കാം. നല്ല വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന ചാർപ്പ വെള്ളച്ചാട്ടം കൂടി കാണാം. നല്ല വെയിലത്ത് അങ്ങനെ തിളങ്ങി നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം മുടക്കുന്ന 2.3 lakhs എന്ന് പറയുന്നത് ഇനിഷ്യൽ കോസ്റ്റായിട്ട് കണക്കാക്കേണ്ട, അത് ബാറ്ററി കോസ്റ്റാണ്. അത് EMI ഫോമിലാണ് കസ്റ്റമർ അടച്ചു തീർക്കേണ്ടത്. ഇത്രയും കാലം ഒരു ചെറിയ സെറ്റ് ബാക്ക് ഇതിൻ്റെ ഈ ചാർജിങ് ടൈമൊക്കെ ആണെങ്കിൽ അതെല്ലാം പരിഹരിച്ചു. ഇൻറ്റീരിയർ നല്ല ഭംഗിയാക്കി. അതോടൊപ്പം തന്നെ റേഞ്ച് മോശമല്ലാത്ത രീതിയിൽ നിലനിർത്തി. ഫാസ്റ്റ് ചാർജിങ് വന്നു. വില 1,17,000 രൂപയോളം കുറയുകയും ചെയ്തു. ഇത്രയും അഡീഷൻസ് വന്നപ്പോഴും വില കുറയുകയാണ് ചെയ്തത്. എന്നാലും സേഫ്റ്റിയുടെ കാര്യത്തിലും വളരെ മുന്നിലാണ്. അങ്ങനെ സന്തോഷമുള്ളൊരു അനുഭവമായിരുന്നു രാവിലെ തൊട്ടുള്ള ടിയാഗോ EVയുടെ കൂടെയുള്ള നമ്മുടെ ഈ ഒരു സമയം ചിലവഴിക്കൽ. അതോടൊപ്പം തന്നെ ഈ കാടിൻ്റെ ഭംഗിയും എല്ലാം കൂടി നല്ലൊരു ദിവസം. എന്തായാലും നമ്മുടെ ഷൂട്ടിനെ ഒട്ടും തടസ്സപ്പെടുത്താതെ വെയിൽ തന്നതിന് പ്രകൃതി ശക്തികളെ എന്താ പറയുക അഭിനന്ദിക്കല്ലോ ചെയ്യേണ്ടത്, അവരുടെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ രാവിലെ നമ്മൾ ടിയാഗോ EVയുമായിട്ട് അതിരപ്പള്ളിയിൽ വന്നു. അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് രാഞ്ചേണ്ട ചായക്കട അല്ലേ ചേച്ചി? എവിടെ രാഞ്ചേണ്ടില്ലേ? ഉണ്ട്. രാഞ്ചേണ്ട ചായക്കട എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് വന്നാൽ ചായ കുടിച്ചിട്ട് പോകാട്ടോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ടൻ കാപ്പി കുടിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ടിയാഗോ EVയുടെ ഏറ്റവും പുതിയ സവിശേഷത ലൈഫ് ടൈം വാറണ്ടിയാണ് ബാറ്ററിക്ക് എന്നുള്ള കാര്യമാണ്.
24 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കിന് ഇപ്പോൾ ലൈഫ് ടൈം വാറണ്ടിയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ബാറ്ററി കേടാകുമോ, ബാറ്ററിയുടെ പ്രശ്നങ്ങളുണ്ടാകുമോ എന്നുള്ള യാതൊരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ടാറ്റയുടെ മറ്റൊരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റായിട്ട് വേണം ഇതിനെ കാണാൻ. എന്താ പറയുക, ഏറ്റവും പുതിയ പഞ്ചും ഏറ്റവും പുതിയ ടിയാഗോയുമാണ് എനിക്ക് ടാറ്റയുടെ വാഹനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വാഹനങ്ങൾ. രണ്ടും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന വാഹനങ്ങളാണ്. കാഴ്ചയിൽ ഈ വലിപ്പമുള്ളെങ്കിലും ഇൻറ്റീരിയറിലൊക്കെ ധാരാളം സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുടുംബസമേതം യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ടാറ്റ ടിയാഗോ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി. ബൈ. ചിയേഴ്സ്.